Hello students, ഇന്ന് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ റിസർച്ച് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് എന്തൊക്കെയാണ്, ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന ടോപ്പിക്സ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രം ദ മീനിങ് ഓഫ് റിസർച്ച്. ഓക്കെ, the meaning of research. First, we should start from the word research. Research എന്നൊരു വേർഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മീനിങ് കിട്ടും. എന്താണ് റിസർച്ച്? റീസെർച്ച് അല്ലെ, റീസെർച്ച്. സോ search is to make known of an existent unknown thing. ഒരു എക്സിസ്റ്റന്റ് ആയ ഒരു അൺനോൺ തിങ്ങിന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ സെർച്ച് എന്ന് വിളിക്കുന്നത്. എങ്കിൽ റീസെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഓഫ് സെർച്ച്ഡ്, ഓൾറെഡി കണ്ടുപിടിച്ച കാര്യത്തിൽ നിന്നും പിന്നെയും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ പോയി സെർച്ച് ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻക്വയറി, ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻക്വയറി. Okay, and an attempt to elicit facts. ചില facts ഒക്കെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു attempt ആണ് research, and it's a systematic and scholarly application of the scientific method, and it is essentially a state of mind, a friendly, a welcoming attitude towards change. Okay, അപ്പോൾ എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു പവർഫുൾ ടൂൾ ആണ്. ഇറ്റ്സ് ലീഡിങ് ടുവേർഡ്സ് പ്രോഗ്രസ് ആൻഡ് വളരെ ക്യൂരിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് JRF കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണിത്, റിസർച്ച്. അപ്പൊ നമുക്ക് റിസർച്ചിനെ കുറിച്ച് ഇനി കൂടുതൽ പഠിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് 4 വേർഡ്സ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻക്വയറി, attempt to elicit facts. അത് ചില സമയത്ത് നമുക്ക് ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ മുൻപ് ഒരു 2012 വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് എന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒരു റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇതൊരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് റിസർച്ച്. ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സെർച്ച് ഓഫ് സെർച്ച്ഡ് അല്ലെ, നമ്മൾ ഓൾറെഡി കണ്ടുവച്ച കാര്യത്തിൽ നിന്നും വീണ്ടും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും എന്നതിനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. സെർച്ച് അഗെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സെർച്ച് അഗെയിൻ. ആൻഡ് വളരെ പേഷ്യൻസോട് കൂടി ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു റിസർച്ച്. ദെൻ നമുക്ക് ഒരുപാട് പുതിയ കൺസെപ്റ്റ്സുകളും തിയറികളും ഒക്കെ റിസർച്ചിലൂടെ നമുക്ക് ലഭിക്കുന്നു. ആൻഡ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള തിയറികളിൽ നിന്നും കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ലിമിറ്റ് ഓഫ് നോളജിനെ വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഒരു പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞാൽ it expand the limits of knowledge and it is conducted to verify the acceptability of a given theory or to know more about a certain concept. ഒരു certain conceptനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ആൻഡ് നമുക്കതൊരു വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. And it doesn't directly involve the solution to a particular problem. So its findings generally can't be implemented immediately. അതൊരു characteristics ആണ്. It can't be implemented immediately. And it is essential tool for good decision making. വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിസർച്ചിനെ ഉപയോഗിക്കാം. It is essential for good decision making. The task of educational research is to make the information used in decision making more accurate. കൂടാതെ നമ്മൾ ഒരു റോങ് ഡിസിഷൻസ് എടുക്കുന്നതിന്റെ ഒരു റിസ്ക് വളരെ വലിയ രീതിയിൽ ഇത് റെഡ്യൂസ് ചെയ്യുന്നു എന്നതും ഇതിന്റെ ഒരു വലിയ ക്യാരക്ടർ ആണ്.
അപ്പോൾ നമ്മളൊരു 5 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇതൊരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഇത് ഒരുപാട് കൺസെപ്റ്റും തിയറീസും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് എക്സ്പാൻഡ്സ് ദ ലിമിറ്റ്സ് ഓഫ് നോളജ് ആൻഡ് ഇറ്റ് കാൺ ബി ഇംപ്ലിമെന്റഡ് ഇമ്മീഡിയറ്റ്ലി and it is essential tool for good decision making. These are the important characteristics of research. ഇനി നമുക്ക് the aims and objectives of research എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഒരു നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഒരു റിസർച്ചിന്റെ എയിം എന്തായിരിക്കും? ഒരു ചില സയന്റിഫിക് പ്രൊസീജിയേഴ്സിലൂടെ ചില ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. അതായിരിക്കും ഒരു റിസർച്ച് അല്ലെ. To discover answers to questions through the application of scientific procedures and its main aim is to find out the truth അല്ലെ. ഒരു സത്യം കണ്ടുപിടിക്കുക. നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു റിസർച്ച് നടത്താൻ പോകും അല്ലെ. To find out the truth, എന്താണ് അതിന് പുറകിലുള്ള സത്യം എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നതിനെയാണ് നമുക്ക് അതിന്റെ ഒരു എയിം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ. ആൻഡ് സംതിങ് അത് ചിലപ്പോൾ ഹിഡൻ ആയിരിക്കാം, അത് ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരിക്കാം. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നതാണ് ഒരു വൺ ഓഫ് ദ എയിം. ദോ ഈച്ച് റിസർച്ച് സ്റ്റഡി ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് പർപ്പസ്, we may think of research objectives as falling into a number of following broad groupings. എന്തൊക്കെയാണ് ആ ഗ്രൂപ്പിംഗ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ടേംസ്. എക്സ്പ്ലോറേറ്ററി ഓർ സ്റ്റഡി ഓർ ഫോർമുലേറ്റീവ് റിസർച്ച് സ്റ്റഡീസ്. ഓക്കെ, എക്സ്പ്ലോറേറ്ററി ഓർ ഫോർമുലേറ്റീവ് റിസർച്ച് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to gain familiarity with the phenomenon or to achieve new insights into it. അതായത് ഓൾറെഡി ഉള്ള ഒരു പ്രതിഭാസത്തിൽ നിന്നും കൂടുതൽ നമ്മൾ അതിൽ നിന്നും ഒരു ഇൻസൈറ്റ്സ് കൂടുതൽ നമ്മൾ അതിൽ നിന്ന് ഗെയിൻ ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലോറേറ്ററി. നമ്മൾ ആ ഒരു ഫിനോമിനൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. സോ എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ഫോർമുലേറ്റീവ് റിസർച്ച് സ്റ്റഡീസ് എന്ന് പറയും. ദ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സ്റ്റഡീസ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് എന്ന വേർഡിൽ നിന്നും നമുക്ക് മനസ്സിലാവും അതൊരു ഫിനോമിനന്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം എന്ന് അല്ലെ. To portray accurately the characteristics of a particular individual situation അല്ലെങ്കിൽ ഒരു it's a group. Okay, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആണ്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് സ്റ്റഡീസ് ആണ്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് സ്റ്റഡീസ്. ഡയഗ്നോസ്റ്റിക് റിസർച്ച് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to determine the frequency with which something occurs or with which it is associated with something else. Okay, already ഉള്ള ഒരു കാര്യം, ഒരു ഓൾറെഡി ഒക്കർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളതിനെ കുറിച്ച് നമ്മൾ അതിന്റെ to determine the frequency. Okay, so that is diagnostic research studies. Next എന്ന് പറയുന്നത് hypothesis testing ആണ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഊഹത്തിൽ നമ്മൾ അതിനെ റിസർച്ച് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ് റിസർച്ച് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സാങ്കല്പിക സിദ്ധാന്തം, അതായത് ഓൾറെഡി നമ്മൾ അതിനെ ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ടാണ് കാണുന്നത് ആൻഡ് അവിടെ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണ്, എന്നിട്ട് നമ്മൾ ഒരു സൊല്യൂഷനിൽ എത്തുകയാണ്. To test a hypothesis of a causal relationship between variables. ഇപ്പോൾ x and y അവർക്കിടയിലെ ഒരു റിലേഷൻ ഓൾറെഡി അവർ ഒരു ഊഹത്തിൽ എത്തിയിട്ടുണ്ട്, അവർ തമ്മിൽ ഇന്ന റിലേഷൻ ആണ് എന്ന്. ആൻഡ് അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചില സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ത്രൂ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. സോ ദാറ്റ് ഇസ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. സോ ദീസ് ആർ ദ important aims. Okay, ഇതൊരു aims and objectives of research ആണ്. അപ്പം ഈ വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമുക്ക് റിസർച്ചിന്റെ ടൈപ്സ് നമുക്ക് നോക്കാം. അതായത് റിസർച്ച് ടൈപ്സ് എന്ന് പറയുന്നത് തന്നെ ക്ലാസിഫിക്കേഷൻ 1 and 2 and 3 3 തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻസിലാണ് റിസർച്ചിനെ
തരം തിരിച്ചിരിക്കുന്നത്, ഓക്കെ, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ടൈപ്സ് ഓഫ് റിസർച്ച് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 3 കാറ്റഗറീസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ജനറൽ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് ഫണ്ടമെന്റൽ റിസർച്ച്. ഇതിനെ നമുക്ക് പ്യുവർ അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, സോ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? To enrich the human knowledge in a fundamental fashion. Okay, അതായത് ഒരു research which makes persistent and patient effort to discover something new, to enrich, അതായത് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടെത്തുക, എന്നിട്ട് നമ്മളുടെ ഒരു ഹ്യൂമൻ നോളജിനെ എൻറിച്ച് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റിസർച്ച്. അതായത് ഒരു പുതിയ തിയറി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയിൽ വീണ്ടും എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ഗലീലിയോ അല്ലെങ്കിൽ ന്യൂട്ടൺസിന്റെ കോൺട്രിബ്യൂഷൻസിനെ ഒക്കെ നമുക്ക് ഫണ്ടമെന്റൽ ഇൻ ക്യാരക്ടർ എന്ന് പറയാം. ഓക്കെ, അതായത് അവരുടേതായ ഇമാജിനേഷനിൽ അവരുടേതായ ഒരു സ്കോളർഷിപ്പിൽ അവർ ക്രിയേറ്റ് ചെയ്ത തിയറീസ് ആണ്. അപ്പം ഇതില് ചില ഡിഫറെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിളിംഗ് പ്രൊസീജിയർ ഉണ്ട്, ദെൻ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഹൈപ്പോത്തസൈസിങ് പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് ത്രൂ ആണ് നമ്മൾ ഒരു ഫണ്ടമെന്റൽ റിസർച്ച് നടത്തുന്നത്. ഇത് ഒരു ലാബിലും നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി നമ്മളൊരു തിയറി ഉണ്ടെങ്കിൽ അതിൽ നിന്നും കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുക. മോസ്റ്റ്ലി നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു റിസർച്ചിനെ നമുക്ക് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് വിളിക്കാം. നെക്സ്റ്റ് റിസർച്ച് ഏതാണ്? അപ്ലൈഡ് റിസർച്ച്. അപ്പോൾ ഈ റിസർച്ചുകൾ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മനസ്സിലാക്കിയിരിക്കണം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is based on the application of known theories and models to the actual operational fields or population. Fundamental research sets principles and applied research എന്ത് ചെയ്യും? It utilizes those principles. നമ്മൾ ചില പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്യുന്നതിനെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുക. അതായത് ഒരു പോസിബിൾ മാനറിൽ ആ പ്രോബ്ലംസിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില പ്രിൻസിപ്പിൾസ് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു തിയറി അത് നമ്മൾ ഒരാൾക്ക് ആ ഒരു എവിഡൻസ് അവർക്ക് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. അതുപോലെ ഒരു ബേസിക് റിസർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പറയാം. ഒരു ബൈ പ്രൊവൈഡിങ് ഡേറ്റ ആൻഡ് ഐഡിയാസ് വിച്ച് മേ സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് ജനറലൈസേഷൻ. ഓക്കെ, നമ്മൾ ചില അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു റിസർച്ചിനെയാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ആക്ഷൻ റിസർച്ച്. ഓക്കെ, ആക്ഷൻ റിസർച്ച് എന്താണ്? ഇറ്റ് ഈസ് എ റിസർച്ച് ത്രൂ ലോഞ്ചിങ് ഓഫ് എ ഡയറക്റ്റ് ആക്ഷൻ with the objective of obtaining workable solutions to the given problems. It is spread over different phases such as ഇപ്പോൾ ഒരു ബേസ് ലൈൻ സർവേ നടത്തുകയാണെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനെയറും ഒരു ചാർട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് കളക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം അതർ സോഴ്സസ് that have direct or indirect bearing on the research program. നമുക്ക് ഡയറക്ട്ലി ഒരു ഡേറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റിന്റെ അതിന്റെ കംപ്ലീറ്റ്ലി നമ്മളൊരു ഇവാലുവേഷൻ നടത്തുന്നതിനെ നമുക്ക് ഒരു ആക്ഷൻ റിസർച്ച് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഒരു പീരിയോഡിക്കൽ അസസ്മെന്റിനെ നമുക്ക് ആക്ഷൻ റിസർച്ച് എന്ന് പറയാം. ഇപ്പോൾ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നതിനെ നമുക്ക് ആക്ഷൻ റിസർച്ചിൽ ഉൾപ്പെടുത്താം. ഒരു പേഴ്സണൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു സർവേ മെത്തേഡ് ഒക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു സർവേ നടത്തുന്നു അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്തുന്നു, അതിനെ നമുക്ക് ആക്ഷൻ റിസർച്ചിൽ ഉൾപ്പെടുത്താം. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ 1. ക്ലാസിഫിക്കേഷൻ 1 വരുന്നതാണ് ഫണ്ടമെന്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്.
and action research. ഇനി classification to എന്താണ് എന്ന് നോക്കാം. ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്? ക്ലാസിഫിക്കേഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, ഫോം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ചിന്റെ ഒരു ലേബലിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ വരുന്നത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനലിറ്റിക്കൽ. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ എന്ന ഒരു റിസർച്ച് എന്താണ്? It inquires and the field surveys are main contents of descriptive research. ഇവിടെ ഫീൽഡ് സർവേസ് അല്ലെങ്കിൽ ഇൻക്വയറീസിനെയൊക്കെ നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആയിട്ട് പറയാം. അതായത് the major purpose of descriptive research is description of the state of affairs as it exists at present. Okay, ഇപ്പോൾ എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് എന്നൊരു ടേം ഉണ്ട്. ഇതിന് അണ്ടറിൽ വരുന്ന ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച്. ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സോ നിങ്ങളത് ഓർത്തിരിക്കണം. ഫോർ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് സ്റ്റഡീസ്, അതായത് in social science and business research we quite often use the term exposed facto research. The main characteristics of this method is that the researcher has no control over the variables. He can only report what has happened or what is happening. Most exposed facto research projects are used for descriptive studies in which the researcher seeks to measure such items as, for example, frequency of shopping, preferences of people, or similar data. That is survey methods of all kinds and including comparative and correlation methods ഒക്കെ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ വരുന്നതാണ്. ഇനി applied versus fundamental. Applied versus fundamental. Applied versus fundamental എന്താണ്? ഇതൊരു two phases of research ആണ്. Finding a solution for an immediate problem facing a society. Okay, അതായത് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് വേണ്ടി അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് നമുക്ക് അപ്ലൈഡ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. സം നാച്ചുറൽ ഫിനോമിനൻ or relating to pure maths, ഇപ്പോൾ അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ similarly research studies concerning human behavior carried on with the view to make a generalization about human behavior are also examples of fundamental research. Okay, ഇനി quantitative and qualitative, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. quantitative and qualitative, ഞാൻ ജസ്റ്റ് ഇതിന്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. ഇത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഓരോ റിസർച്ച് നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. ഇപ്പോ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു മെഷർമെന്റ് ആണ്, അല്ലെ? മെഷർമെന്റ് ഓഫ് ക്വാണ്ടിറ്റി is followed by quantitative research. It is applicable to phenomena that can be expressed in terms of quantity. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്വാളിറ്റി വെച്ച് നോക്കുന്ന ഒരു ഫിനോമിനൻ. It's relating to involving quality or kind. For example പറയാൻ, for instance, when we are interested in investigating the reasons for human behavior നെ കുറിച്ച് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് നടത്താണ്. അതായത് എന്താണ് പീപ്പിൾസ് അത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവർ എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ നമ്മൾ നടത്താണ്, ഒരു മോട്ടിവേഷൻ റിസർച്ച്. അപ്പോൾ അതിനെ നമുക്കൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചുകൾ എയിം ചെയ്യുന്നത് ടു ഡിസ്കവറിംഗ് ദ അണ്ടർലൈൻ മോട്ടീവ്സ് ആൻഡ് ഡിസൈർസ് യൂസിങ് ഇൻ ഡെപ്ത് ഇന്റർവ്യൂസ് ഫോർ ദ പേർപ്പസ്. ഓക്കെ, അപ്പോൾ വളരെ ഡെപ്ത് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെയാണ് അവർ ഇതിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് കൺസെപ്ച്വൽ വേഴ്സ് എംപിറിക്കൽ. കൺസെപ്ച്വൽ വേഴ്സ് എംപിറിക്കൽ. Conceptual എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ based on some ideas on theory. It is known as conceptual. That it is generally used by philosophers and thinkers to develop new concepts or to reinterpret existing ones. Okay. അപ്പോൾ ഇത്രയും റിസർച്ചുകളാണ് കാറ്റഗറി
2 വരുന്നത്. ഇനി ഒരു കാറ്റഗറി കൂടി ഉണ്ട്, കാറ്റഗറി 3 ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ 3 ഉണ്ട്. അതുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. സോ ഡോണ്ട് വെറി, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു റിസർച്ചുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കാറ്റഗറി 3 വരുന്നതാണ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച്, then laboratory or experimental research and field investigation and survey research, then evaluation research ഞാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതി എടുത്തോളൂ. Then action research. These are the important types of researches. It is somewhat different. The research these days is categorized as exposed factor, laboratory, field investigation, survey research and evaluation research, action research. ഈ ഒരു ആക്ഷൻ റിസർച്ചിന്റെ അണ്ടറിൽ തന്നെ നമുക്ക് വൺ ടൈം റിസർച്ച്, ലോങ്ങിറ്റ്യൂഡിനൽ, ക്ലിനിക്കൽ, ഡയഗ്നോസ്റ്റിക്, അത്തരത്തിലുള്ള കുറെ റിസർച്ച് വരും. ഹിസ്റ്റോറിക്കൽ റിസർച്ച്, then decision oriented, problem oriented, ഓപ്പറേഷൻ റിസർച്ച്, അങ്ങനെ കുറെ ടൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ എക്സ്പോസ്ഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് എംപിറിക്കൽ ഇൻക്വയറി ആണ് നടത്തുന്നത്. It is based on a scientific and analytical examination of dependent and independent variables. അപ്പോൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് പറയും. ഈ ഒരു റിസർച്ചുകളൊക്കെ വിത്ത് എക്സാമ്പിൾസ് നമ്മൾ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യും. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ച റിസർച്ചുകൾ നമ്മൾ ഒന്നുകൂടെ ആൻസർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ദ എയിംസ് ഓഫ് റിസർച്ച് is for options are factual, theoretical, verifiable and all of the above. അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം, എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. എയിം ഓഫ് റിസർച്ച്, എയിം ആണ് ചോദിക്കുന്നത്. എയിം ഓഫ് റിസർച്ച് factual, option A factual, option B verifiable, option C theoretical, option D all of the above. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കണ്ടെത്താം. ആൻഡ് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്താലും നന്നായിരിക്കും. താങ്ക് യു.